കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും 200-300 വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ വേണ്ട ആർട്ടിസ്റ്റുകളെത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത്. സഹൃദയരും, ഓച്ചന്തൂർ തോമന തിയേറ്റേഴ്സിന്റെ 39ാമത് നാടകം കാടിവെള്ളത്തിൽ വീണ ഡാഡി. നാടകരചന ഓച്ചന്തൂർ തോമനക്കുട്ടൻ, സംഗീതം ഓമനക്കുട്ടൻ ഓച്ചന്തുരുത്ത്, ഗാനാലാപനം ഓച്ചന്തൂർ തോമനക്കുട്ടൻ, നാടകരചന സംവിധാനം സാക്ഷാത്കാരം അഡ്വക്കേറ്റ് ഓച്ചന്തൂർ തോമനക്കുട്ടൻ, അതായത് ഈ ഞാൻ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1ാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. 2ാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും. 3ാം വാർഡിൽ ഞങ്ങളുടെ 2 സഹനടന്മാരും. അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ 4 പേരുണ്ടായിരിക്കുന്നതല്ല. എങ്കിലും നാടകം കാണാൻ വന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള 4 കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. നാടകം ആരംഭിക്കുന്നു. കാടിവെള്ളത്തിൽ വീണ ഡാഡി. രംഗത്ത് മുതലാളി ഇതെന്തിനാ എല്ലാവരും കൂടി വരുന്നു? നീ പോയി ഓർഡർ തുറക്കണ. എല്ലാവരും വരില്ലേ? ആ പുള്ളി ജുബട്ട സുരേഷ് ജുബട്ട. സുരേഷ് വാ മറ്റൊരു പോ, ഇങ്ങോട്ട് വാ. എവിടേക്ക് അങ്ങോട്ട് പോ. എവിടേക്ക് പോണ്? നടുക്കിൽ വന്ന് നിൽക്ക്. ആൾക്കാർ നോക്കണു, നേരെ നോക്കുന്നു. എന്നെ നോക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് നോക്കാൻ. അവരോട് പിടിച്ചുവിട്ട വന്ന് നിൽക്ക്. ആൾക്കാരുണ്ടല്ല. പിന്നെ നാടകം കാണാൻ ആൾക്കാരുണ്ടാവില്ലേ? അഭിനയിക്ക്. എങ്ങനെ? മുതലാളി ഉലാത്തുന്നു. എന്ത് വെണ്ടക്ക ഒലത്തണോ ചെറുപയർ ഒലത്തണോ? ഒലത്തല്ല, ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞാ പോരെ. ഇങ്ങോട്ട് സ്റ്റില്ല്. 2 സ്റ്റില്ല്, 1 ഇയാളുടെ എൻ്റെ. ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞു, ഒരു പോസില് നിൽക്കാൻ. എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നു? വേലക്കാരി കടന്നു വരുന്നു. ഇതാണ് വേലക്കാരി. മീശയൊക്കെ എന്തായി വരുന്നേ? നീ പോയി ഓർഡർ എടുത്ത് കൊടുക്കട. വേലക്കാരി കടന്നു വരുന്നു. ആൾക്കാർ കേൾക്കുന്നു. ഡയലോഗ് പറ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ സുശീല. ഡയലോഗ് പറ. എന്താണ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. അതല്ല, 3 പ്രാവശ്യം പറയാൻ. എന്നടാ സുരേഷ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 1 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 2 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 കട്ട്. എന്തത് ലേലം വിളിയാണത്? ഡയലോഗ് പറ. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ. ഞാൻ പറഞ്ഞോളാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ചെലവ് ചെയ്യണം. ഡയലോഗ് പറ. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ. എന്റെ വയറ്റിലേൽ വളരുന്ന രാജമോൻ. വയറ്റിലല്ല, കുണ്ടത്തറ. അതല്ല, വയറ്റില്. നേരെ വൃത്തിയായിട്ട് പറഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും ഈ നിൽക്കുന്ന എടാ ഇവിടെ വന്ന് താനിവിടെ അല്ലേ നിൽക്കേണ്ടത്? വെറുതെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. എന്നെ കൈവിടരുത് മുതലാളി. മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു. എവിടെ? ഇവിടെ തോളത്ത്. മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇല്ല, കുറച്ചേരം കഴിയട്ടെ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിന്റെ പെങ്ങളൊന്നുമല്ല. അവിടെ കിടക്കട്ടെ. അവിടെ വാവോ കിടന്നോട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട്. വേറെ സീനുണ്ടെന്ന്. അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് എത്തി. ഈ സീൻ വേണ്ട, അടുത്ത സീൻ പോ. ഇതെങ്ങോട്ടത് വരുന്നത്? ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. ഓ പോസിറ്റീവ്
ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജൻറ്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളത്. നീ ഇങ്ങോട്ട് പൊയ്ക്കോ അവിടുന്ന്. അടുത്ത സീന് നീ പോവല്ലേ, നീ എല്ലാ സീനിലുണ്ട്. അതെ. ആ അവിടെ നിൽക്ക്. ആ. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ഞാനല്ലേ? നീയാണോ അച്ഛൻ? എല്ലാം നീയാണ്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ദേഷ്യത്തിൽ വരാൻ വന്നിട്ട് ചിരിച്ചിട്ട് ഏയ്, അവനും കൂട്ടി പിടിച്ചോട്ടെ. വാ, ദേഷ്യത്തോടെ. ദേഷ്യം ദേഷ്യം ഇതെന്ത് ദേഷ്യം? ദേഷ്യം വരൂല, ദേഷ്യപ്പെട്ട് അഭിനയിക്കാൻ. എനിക്ക് വരൂല ദേഷ്യം. ദേഷ്യപ്പെട്ട് അഭിനയിച്ചില്ലെങ്കിൽ നാടൻ കഴിഞ്ഞ 10 പൈസ നാടകത്തിന് 10 രൂപ ചവിട്ടി കൂടി മതി. ഈ ദേഷ്യം മതി. ഇത് മതിയാ? ഈ ദേഷ്യത്തിന് വിളി. മുതലാളി. മുതലാളി. മുതലാളി വിളി കേൾക്കുന്നു. ഇതെന്താ ചാളക്ക് പോണ? കണ്ട മീൻകാരനൊക്കെയാണല്ലോ നാടകം അഭിനയിക്കാൻ. നീ വിളി കേൾക്കണ്ട, അവന്റെ പേര് പറ. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഓ നടക്കൂല. എങ്ങനെ? ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഈശ്വര. ഓ ആൽബർട്ട് സമൂസ. ദേ, പല്ലെടുത്ത് പോയി, തെറിച്ചു പോയി. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ആ ഓ ഒന്ന് കളയാമോ? ഓ ഓ ഒന്ന് പേര് കളയാം. പറയണം. ശ്ശേ, ഓ സാർ അക്ഷരപുസരയില്ല. പറ്റൂല. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ബാബു. എന്തോ ആ അത് മതി. ബാബു ആ വിളി കേട്ടു. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എന്റെ മകളെ, ആ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. ഞാനാണോ? എന്താ ഒന്ന് പറഞ്ഞേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കി. അതിന് ഉത്തരവാദി അതിന് ഉത്തരവാദി നീ മൂത്രം. നീ മാത്രം. പാത്രം. നീ മാത്രം. നീ പോലെ അത് നമുക്ക്. മുതലാളി ചിരിക്കുന്നു. മുതലാളി ചിരിക്കുന്നു. പുളിങ്ങിന്ന് ചിരിയിരിക്കാനല്ല പറഞ്ഞ, അട്ടഹസിക്കാൻ. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ചുമ വരും. വേണ്ട വേണ്ട, ഡയലോഗ് പറയണ്ട. നീ ഡയലോഗ് പറഞ്ഞാൽ മതി, ചിരിക്കണ്ട. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നീ മുതലാളിയല്ല, അച്ഛൻ പറയടാ. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ. എന്റെ മകള് വരപ്പിരുത്തിന് മാക്കി പോരാതെ പോരാതെ തെറ്റിപ്പോയി. നിങ്ങളുടെ തെറ്റിപ്പോയ ആദ്യം തെറ്റിപ്പോയിരുന്നു. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണി പോരാഞ്ഞ്. അട്ടഹസിക്കുന്നോടാ പൊട്ട. അത്തല പുത്തല പോസാത്ത. അട്ടഹസിക്കുന്നോടെ പൊട്ട. അതെ അതെ, ആ മനസ്സിലായി. നീ നീ പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണി ആക്കിയൊന്നും പോരാഞ്ഞ്. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് മറ്റേ പുള്ളി പറഞ്ഞ കാണിക്കുന്നുണ്ടാ ദുഷ്ട. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷത്വത്തെ പുരുഷത്വത്തെ തൊത്തെ 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 തൊത്തത്തെ 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 പുരുഷത്വത്തെ ഇതെന്താണത്, വെള്ളം കളിയോ? അൽപ്പാക്കല്ലേ ടെമ്പോ നീ പറ. പുരുഷത്വമാണത്രേ പുരുഷത്വം. ഓ പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. അങ്ങനെയല്ല, പുരുഷത്വമാണത്രേ പുരുഷത്വം. നീ ഡയലോഗ് വേണ്ട. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴുന്നു. ചാടി വീണു. എന്താടാ ഈ കാണിക്കുന്നത്? പിന്നെ ഇങ്ങനെ വീഴാനാണ് പറഞ്ഞത്. എടാ മുതലാളിയുടെ മേലേക്ക് വീഴടാ. അങ്ങോട്ട് വീഴുവല്ലേ? അച്ഛൻ ചാടി വീഴുന്നു. അമ്മേ, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മച്ചേ, അയ്യോ. അമ്മേ. മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കടാ. മോലാളിയുടെ ഇങ്ങോട്ട് വാ. ഇവിടെ കുരുണ്ടോ നോക്കി. മുതലാളി കരയുന്നു. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ. തോക്ക്. ഞാൻ തോക്കൂല. എടാ തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല. ഞാൻ തോക്കൂലെന്ന് പറഞ്ഞില്ലേ? തോക്കെവിടെ? നാടകം പൊളിഞ്ഞ് ഞാൻ തോക്കെടുത്തിട്ടില്ല. അയ്യോ നാടകം പറഞ്ഞില്ല, രക്ഷയില്ല. മിണ്ടല്ലേ, ആൾക്കാർക്കല്ല, ഞാൻ കൊണ്ടുവന്നേരാ. ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നേരാന്ന്. ആരും കണ്ടില്ല. 1,13,000 പേര് കണ്ടോളൂ. വെടിവെക്കുന്നു. എന്നെയാണോ വെടിവെക്കുന്നത്? പിന്നെ അച്ഛനെ വെടിവെക്കടാ. എന്നെയാണോ? വെക്കല്ലേ പ്ലീസ്. ചാകാൻ പോകണല്ലേ, കുളിപ്പിക്കണ്ടല്ലോ. വാ. എവിടെയാ? ഇവിടെ വെച്ചോ. കുഞ്ഞിക്ക് ഇതെന്താടാ ഇത് വെടിവെച്ച് കളിക്കുന്ന? എടാ മരിച്ചു വീഴുന്നു. എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു? പിന്നെ ആരാണ് വീഴുന്നത്? അച്ഛൻ മരിച്ചു വീഴുന്നു. ഞാൻ മരിച്ചു വീണു. 3 വെടി വെച്ചിട്ടുണ്ട്. 3 വെടി. അമ്മേ പൊട്ടിച്ചിരിക്കുന്നു.
ഒട്ടിച്ചിരിക്കും. എടാ നീ മരിച്ചു വീണിട്ട് നീയാണോ ചിരിക്കുന്നത്? അവിടെ കിടക്കടാ. മകൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. മകൻ വരുന്നു. ഇവനെ എവിടെ നിന്നാണ്? ഇവനോട്ട് പറഞ്ഞു വിട്ടത്. കറക്റ്റം കടന്നു പറഞ്ഞു. മകൻ വാടാ. മുതലാളി കണ്ടാ അവനെ കണ്ടുപിടിക്കുക, അങ്ങനെ അഭിനയിക്കുക. ബാക്കി പറയും. ബാക്കി ഡയലോഗ് മറന്നുപോയി. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, നീ നശിച്ചു പോകും. നീ നശിച്ചു പോകുകയാണോടാ? ഇത് കണ്ട പ്രാകണ ഇതന്നെ ഡയലോഗ് പറഞ്ഞാന്ന്. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞ് അത് ചോദിക്കാൻ വന്ന അത് എന്റെ ചോദിക്കാൻ വന്ന എന്റെ അച്ഛൻ. ഏ? അച്ഛാ ഇതെന്താടാ ഇവിടെ കിടക്കണേ? അവിടെ ഭയങ്കര ഉറുമ്പടാ. ഉറുമ്പൊരി കൊണ്ടാണ്. എന്താ ദേ ഇവിടുന്ന് ഈ ഉറുമ്പ് ഇതിനെ കൊണ്ട് ഓടുന്നു. അതൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ട് വിടാ. ഡയലോഗിൽ അഡ്ജസ്റ്റ് ചെയ്യ്. അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പുകടിയായി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന് ദുഷ്ട, നീ പടാരണി പോവുള്ളൂ. പിന്നെയും പ്രാകണ. പ്രാഗീതല്ലാന്ന്. പെങ്ങളെ വിളി. പെങ്ങളെ മന്ദാകിനി, എടാ ഉറക്ക വിളിക്കടാ. പെങ്ങളെ മന്ദാകിനി. തെറി പറയരുത്, തെറി പറയരുത്. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. പെങ്ങളെ ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ, അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു. ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ TV കാണാൻ ചെന്നു. ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു. പെട്ടെന്നാണ് ഈ കശ്മലൻ മുതലാളി ഫാഷൻ ചാനൽ ഓണാക്കിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനൊന്നും ചെയ്തില്ലെന്ന്. എന്റെ പെങ്ങളുമല്ല. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം. സംവിധായക ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനം.